എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. എന്തോന്ന് കഥ, എന്തോന്ന് പ്രൊമോ എന്നൊക്കെയാട്ടോ ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പിടിയും കിട്ടാത്ത ഒരു പോലീസുകാരനും ഒരു ഡോക്ടറും അതേ പ്രേക്ഷകരെ നമ്മളൊക്കെ മണ്ടന്മാരാക്കുന്ന ഒരു കഥയാക്കി മാറിയിരിക്കുകയാട്ടോ നമ്മുടെ ചന്ദ്രകാന്ത്. നമ്മുടെ അർജുനുള്ളപ്പോൾ എന്തൊരു രസമായിരുന്നല്ലേ ആ ഒരു സീരിയൽ കണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. എത്ര വൈകിയാണെങ്കിലും 10:30 എന്ന് പറയുന്നത് കൂളായിട്ട് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. അത്രയ്ക്കും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പരമ്പര ഇത്രയ്ക്കും തരം താഴ്ന്ന ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര മോശം തന്നെയായി പോരെ. നമ്മുടെ പിങ്കിക്ക് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണോ ഈ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചാകാൻ പോകുന്ന ഗൗതമിൻ്റെ പുറകെ വീണ്ടും ഗൗതമിൻ്റെ പുറകെ രാമേശ്വരത്ത് പോകണം, ഗൗതമിൻ്റെ കൂടെ പോകണം, ഗൗതം മാത്രമായിരിക്കണം കൂടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ ഒരു തീരുമാനങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗിരിജ ചിറ്റമ്മ നമ്മുടെ പിങ്കിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കി കൂട്ടുവാട്ടോ. ഓ മോളെ, നിന്റെ ഭയങ്കര പ്ലേ ആയിരുന്നു, നീ കറക്റ്റ് സമയത്ത് കരുക്കൾ നീക്കി ഗൗതമിനെ അതിൽ കുടിക്കുകയല്ലോ. ഇനി നീ രാമേശ്വരത്ത് പോയി വരുമ്പോഴേക്കും നിന്റെ പ്ലാനും പദ്ധതിയൊക്കെ നിന്റേത് മാത്രമായിട്ടിരിക്കണം ഗൗതം, നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ മാറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരിജ ചിറ്റമ്മ പിങ്കിയെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാട്ടോ നമ്മുടെ ഗൗതമിനെ എങ്ങനെ വീഴ്ത്താന്നൊക്കെ ഉള്ളത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ. അപ്പോൾ ഗൗതമിൻ്റെ ഉള്ളിൽ എപ്പോഴും നന്ദ തന്നെയാണ്. കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടും പിന്നെയും നമ്മുടെ എന്താ പറയുക പിങ്കിയുടെ പൊട്ടം കളിക്കൊപ്പം ഈ ഒരു പോലീസുകാരനും ഈ ഒരു ഡോക്ടറും കൂടി ഇങ്ങനെ കൂട്ടി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കഥാഗതിയിലോട്ട് പോകുന്നുണ്ട് എന്തായാലും. പിന്നെ നമ്മുടെ ആകെയുള്ളൊരു പ്രതീക്ഷ നമ്മുടെ വീക്ക്ലി പ്രൊമോയിൽ നമ്മുടെ അർജുൻ്റെ അപരനായിട്ട് നമ്മുടെ നന്ദ ആരൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോൾ ഇതിൽ എന്താണ്, അതെന്തായിരിക്കും കഥ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു ആകാംക്ഷ മാത്രമല്ലോ ഇപ്പോൾ ചന്ദ്രകാന്തത്തിൽ. ഇപ്പോൾ നിലവിൽ കഥ ഭയങ്കര തരംതാഴ ഒരു ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.